Dear students, in the last class we completed the chapter National Income. ദേശീയ വരുമാനം എന്ന ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. Next we have to study about the East and West, the era of exchange. The East and West, an era of exchange. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. Here is given an excerpt from Marco Polo's travelogue. He is describing about the merchant guilds of the medieval period, and they traveled adventurously for the trade relations. They traveled adventurously for the trade relations. അതായത് മാർക്കോ പോളോയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തില് കച്ചവട സംഘങ്ങള് അതിസാഹസികമായിട്ട് യാത്ര ചെയ്തായിരുന്നു ഈസ്റ്റും വെസ്റ്റും അല്ലെങ്കിൽ ഈ ട്രേഡ് റൂട്ട്സിലൂടെ യാത്ര ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. What are those trade routes? Those trade routes are Silk Route and Spice Route. Silk Route and Spice Route. Silk Route പട്ടുതുണി പാതയും സുഗന്ധവ്യഞ്ജന പാതയും. The Silk Route is otherwise known as land route, and the Spice Route is major trade routes of medieval world are shown below in the map. You can see the map. There you can see the trade routes and its specialities. And what are the specialities of, what are those trade routes? The Silk Route and Spice Route. Silk Route means the trade through land. Spice Route, the trade through sea. And what are the specialities of these trade routes? ഈ ട്രേഡ് റൂട്ട്സിന്റെ അല്ലെങ്കിൽ ഈ വാണിജ്യപാതകളുടെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? അതിന് മുമ്പായിട്ട് നമുക്ക് മധ്യകാലഘട്ടത്തിലെ രണ്ട് തരത്തിലുള്ളതായ വാണിജ്യ പാതകൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് സുഗന്ധവ്യഞ്ജന പാതയും അടുത്തത് പട്ടുതുണിപ്പാതയും ആണ്. സുഗന്ധവ്യഞ്ജന പാത എന്ന് പറയുന്നത് കടൽ മാർഗമായിരുന്നു അതിന്റെ ട്രേഡ് നടന്നിരുന്നത്. സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടുതുണിപ്പാതയില് ഇതിന്റെ വ്യാപാരം നടന്നിരുന്നത് കരമാർഗം ആയിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. Then these trade routes extends from China to Western Europe. These are called Silk Route and Spice Route. Silk Route was mainly through land and Spice Route was through the sea. And next about the Silk Route was land route and Spice Route was through the sea, and these routes pass through different countries. These routes pass through different countries. വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ ആയിരുന്നു ഈ പാത കടന്നുപോയത്. ലാൻഡ് റൂട്ടിലൂടെ പട്ടുതുണിയുടെ വ്യവസായവും സീ റൂട്ടിലൂടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യവസായവുമായിരുന്നു. ഇത് ചൈന മുതൽ വെസ്റ്റേൺ യൂറോപ്പ് വരെ, പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങൾ വരെ വ്യാപിച്ചിരുന്നു. നമ്മൾ പഠിച്ചത് വാട്ട് ആർ ടു ട്രേഡ് റൂട്ട്സ് and what are the specialities of these trade routes. Then next about what are the reasons behind the strengthening of commercial relations between East and West. അതായത് ഈ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം ശക്തിപ്പെടാനുള്ളതായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കൊമേഴ്സ്യൽ contacts between East and the West. What were the reasons behind the strengthening of commercial contacts with East and West? First is that rapid increase in production. അതായത് വളരെ റാപ്പിഡ് ഇൻക്രീസ്, ത്വരിതഗതിയുള്ളതായ ഉത്പാദനത്തിന്റെ ത്വരിതഗതിയുള്ളതായ വളർച്ച, റാപ്പിഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ and diversity of products, വ്യത്യസ്തങ്ങളായ പ്രോഡക്ട്സുകളും. നെക്സ്റ്റ് അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്. കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്, റോഡ്സിന്റെയും റോഡുകളുടെയും
then the പാലങ്ങളുടെയും നിർമ്മാണം ആൻഡ് സപ്രസിംഗ് ഓഫ് ദ തീവ്സ് ആൻഡ് റോബീസ്. സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായി. സപ്രസിംഗ് ഓഫ് തീവ്സ് ആൻഡ് റോബീസ്, അതായത് ഈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ടു കൺട്രോൾ തീവ്സ് ആൻഡ് റോബീസ്, അതായത് ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഒക്കെ അമർച്ച ചെയ്യാനായിട്ടുള്ള വളരെ കാര്യക്ഷമമായ സ്റ്റെപ്സ് അല്ലെങ്കിൽ നടപടികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. വാട്ട് വെയർ ദ റീസൺസ് ബിഹൈൻഡ് ദ strengthening of commercial contacts between East and West? First is that, then the rapid production. Second is the diversity of products. Then third is the construction of bridges and roads. Then the effective suppression of the thieves and robbers, അതായത് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് അവരെ അടിച്ചമർത്താനുള്ള നടപടികൾ, ധാരാളം വൈവിധ്യങ്ങളായ പ്രോഡക്ട്സിന്റെ നിർമ്മാണം, അമിതമായ രീതിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ പാലങ്ങളും റോഡ്സുകളിലേക്ക് നിർമ്മാണം, ഇതൊക്കെയായിരുന്നു കൊമേഴ്സ്യൽ കോണ്ടാക്ട്സ് ഈസ്റ്റും വെസ്റ്റും തമ്മിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ളതായ കാരണങ്ങളെന്ന് പറയുന്നു. With the Crusades, the medieval cities became more active. At the same time, many cities began to sprang up. അപ്പൊ ക്രൂസൈഡ്സ് എന്ന് വെച്ചാൽ കുരിശുയുദ്ധം. കുരിശുയുദ്ധത്തോടുകൂടെ വളരെ വീക്കം ചെയ്തിരുന്നതായ അല്ലെങ്കിൽ വളരെ ക്ഷീണിതമായിട്ട് അല്ലെങ്കിൽ വളരെ പുരോഗതിയില്ലാതെ അധപ്പതിച്ചു കിടന്നായ ക്രൂസൈഡ്സിനോടുകൂടി അല്ലെങ്കിൽ കുരിശുയുദ്ധത്തോടുകൂടി അധപ്പതിച്ചു കിടന്നിരുന്നായ ഓർ ഇനാക്റ്റീവ് ആയിട്ടിരുന്ന നിർജ്ജീവമായി കിടന്ന പല നഗരങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി വളരെ ആക്റ്റീവായിട്ട് മാറുകയും അതുപോലെ പുതിയ പുതിയ പല നഗരങ്ങളും ഉയർന്നു വരാനായിട്ട് തുടങ്ങി. Then I said that many new cities were originated or developed. These new cities were originated around the castles of nobles. അതായത് പ്രഭുക്കന്മാരുടെയൊക്കെ കൊട്ടാരത്തിന് സമീപമായിരുന്നു ഈ പുതിയതായി ഉയർന്നു വന്നതായ നഗരങ്ങളൊക്കെ. Then and also it is nearby, or it was, these cities were nearby the churches and monasteries. Churches and monasteries means പള്ളികൾ, ദേവാലയങ്ങളുടെയും അതുപോലെ തന്നെ മഠങ്ങളുടെയും ഒക്കെ സമീപത്തായിരുന്നു ഈ സിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് ദ മാർക്കറ്റ്സ് കമ്പോളങ്ങള് വിപുലമായപ്പോഴത്തേക്ക് സിറ്റീസും എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ദീസ് സിറ്റീസ് വെയർ അറൌണ്ട് ദ castles of nobles. It was also around or nearby the churches and monasteries, and also these sprang up with the expansion of the markets. കമ്പോളം വിപുലമായപ്പോഴത്തേക്ക് മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്തു. നോബിൾസിന്റെയും ചർച്ചസിന്റെയും മൊണാസ്ട്രീസിന്റെയും ഒക്കെ സമീപത്തായിരുന്നു ഈ പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നത്. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് നെസസിറ്റേറ്റഡ് ദ കോയിനേജ് സിസ്റ്റം. മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്ത സിറ്റീസ് സ്പ്രാങ് അപ്പ് വിത്ത് എക്സ്പാൻഷൻ ഓഫ് ദ മാർക്കറ്റ്സ് കമ്പോളങ്ങള് വിപുലമായപ്പോഴത്തേക്ക് സിറ്റീസും എന്ത് ചെയ്യാൻ തുടങ്ങി, ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉയർന്നു വരാനായിട്ട് തുടങ്ങി. ദീസ് സിറ്റീസ് വെയർ അറൌണ്ട് ദ castles of nobles. It was also around or nearby the churches and monasteries, and also these sprang up with the expansion of the markets. കമ്പോളം വിപുലമായപ്പോഴത്തേക്ക് മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്തു. നോബിൾസിന്റെയും ചർച്ചസിന്റെയും മൊണാസ്ട്രീസിന്റെയും ഒക്കെ സമീപത്തായിരുന്നു ഈ പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നത്. എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് നെസസിറ്റേറ്റഡ് ദ കോയിനേജ് സിസ്റ്റം. മാർക്കറ്റ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഏതാവശ്യമായി വന്നു, നാണയം വ്യവസ്ഥിതി ആവശ്യമായിട്ട് വന്നു. ഹൗ ദ ഇറ്റാലിയൻ സിറ്റീസ് ഐ ജനീവ, പിസ, വെനീസ്, ഫ്ലോറൻസ് എക്സെട്രാ emerged as great commercial contacts from 1050 to 1030. അതായത് ഇറ്റാലിയൻ നഗരങ്ങളായ ജനീവ, ഫ്ലോറൻസ്, പിസ തുടങ്ങിയതായ നഗരങ്ങൾ വലിയ കൊമേഴ്സ്യൽ കോണ്ടാക്ട്സ് ഉള്ളതായ നഗരങ്ങളായിട്ട് 1050 1300 ഇടയിൽ ഉയർന്നു വരാനുള്ളതായ കാരണങ്ങൾ എന്തെല്ലാം ആണ്? By 13th century, these Italian cities, namely Geneva, Pisa, then Venice,
Florence, etc. began to mint the coins. നാണയം അടിച്ചിറക്കാനായിട്ട് അവര് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് and also they had many ports or facilities to conduct trade between different countries through sea. And also then the Italian cities, they had great inspiration. They got great inspiration from the rulers and also Italian cities അതുപോലെ തന്നെ ഇറ്റലിയിലെ റൂളേഴ്സിൽ നിന്നൊക്കെ വളരെയധികമായിട്ടുള്ളതായ പ്രോത്സാഹനം അവർക്ക് ലഭിച്ചു. ഇതായിരുന്നു ഈ 1050 1300 ഇടയിൽ വളരെയധികമായിട്ട് ഈ ഇറ്റാലിയൻ രാജ്യങ്ങളിടയിൽ വാണിജ്യം പുരോഗതി പ്രാപിക്കാനുള്ളതായ കാരണങ്ങൾ എന്ന് പറയാം. Here the question is that how these Italian cities like Geneva, Florence, Venice, Pisa, etc. emerged as a greatly developed commercial centers between 1050 to 1300. The reason is that they got great inspiration from the rulers and also from the Italian cities. 13th century, by the 13th century, they began to mint coins or coinage system started there. It helped for the development of the speed up. It helped for the speed up of the commercial activities between different countries. It helped them to conduct trade with the different countries through sea, and also they great inspiration from all the merchants of this period got great inspiration from the rulers and also from the cities. These are the major factors helped for to start or develop trade relations between these Italian cities, and so many cities were emerged on the banks of the rivers. So many cities were also emerged on the banks of the rivers as a result of these facilities, or because of they had many ports. It helped them to start or it helped development of or a rising of many new cities on the banks of the ports. It helped for the development of new cities on the banks of the rivers, and also as a result of this, so many towns or cities were developed on the banks of many rivers. These types of cities that were emerged during this time were the London, Paris, then Rome and Venice. Rome, London, Paris, then the Venice, etc. were the cities that were emerged on the banks of the rivers. What were the reasons behind the strengthening of commercial contacts between East and the West, and name the major cities, which were the major cities which or Italian cities which emerged during the medieval period, and also the main cities that were emerged during this period on the banks of the rivers. അതായത് നദീതീരങ്ങളിൽ ഉയർന്നു വന്നായ നഗരങ്ങൾ ഏതെല്ലാം, പ്രധാനപ്പെട്ട ഇറ്റാലിയൻ സിറ്റീസ് ഏതെല്ലാം, ഇനി ഇപ്പോൾ രണ്ടു തരത്തിലുള്ള ട്രേഡ് റൂട്ട്സ് ഏതെല്ലാമാണ്, ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെ, ഈ ട്രേഡ് റൂട്ട്സിന്റെ അല്ലെങ്കിൽ വാണിജ്യപാതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈസ്റ്റും വെസ്റ്റും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ളതായ വാണിജ്യബന്ധം വികസിക്കാനുള്ളതായ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതെല്ലാം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക, പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കുക, പഠിക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം, എഴുതിയെടുക്കുക. Which were the two major trade routes of medieval world? മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യപാതകൾ ഏതെല്ലാം? മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യപാതകൾ ഏതെല്ലാം? അടുത്തത്, ഇവാലുവേറ്റ് ദ സർക്കംസ്റ്റാൻസസ് that led to the growth of trade in Italy during the medieval period. Medieval periodil വാണിജ്യം വളർന്നു വരാനുള്ളതായ കാരണങ്ങൾ ഏതെല്ലാം വിശകലനം ചെയ്യുക. Next one, observe the atlas and find out the river banks on which following cities are located. Once again, observe the atlas and find out the river banks on which following cities are located: London, Paris, Rome and Vienna. Rome, Paris, London തുടങ്ങിയതായ നഗരങ്ങൾ ഏത് നദീതീരങ്ങളിലാണ് ഉയർന്നു വന്നത്?
ഇതിന്റെ ആൻസർ ചെയ്യുക, പഠിക്കുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ.